ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വണ്ടർലസ്കാസയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങുകയാണ്. ഒരു ചെറിയ മോർണിംഗ് വാക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഹൈക്കോടതി ബിൽഡിങ്? നമ്മൾ അവിടെ വരെയാണ് ഇന്ന് പോണേ. ആ ചെറിയൊരു സ്പോട്ട് കണ്ടോ? ആ വലിയ ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് അവിടെ വരെയാണ് നമ്മൾ നടക്കാൻ പോണേ. പോകുന്ന വഴി പറ്റുമെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ കാണാം. അപ്പം കമോൺ. സമയം ഒരു 6 മണി ആവുന്നേ ഉള്ളൂ. എല്ലാവരും താമസിച്ചിരിക്കും, സൺഡേ ആയതുകൊണ്ടേ. നമുക്ക് ആ സമയം കൊണ്ട് പോയിട്ട് വരാം. നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടോ. ഇത് ഞങ്ങളുടെ റോഡാണ്, ടാറ്റാപുരം സുമാരൻ റോഡ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. 3-4 സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം എത്ര ദൂരമായിട്ടുണ്ട്? 750 മീറ്റർ. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ. ഒരു കാലത്തെ കൊച്ചിയുടെ മുഖമുദ്രയായിരുന്ന ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ആ ഭാഗത്ത് മുഴുവൻ വെള്ളമാണ്. നോക്കാം. എറണാകുളം ടെർമിനസ് എന്നാണ് ഇതിൻ്റെ പേര്. 1902 ജൂലൈ 16-നാണ് ഇവിടെ ആദ്യമായിട്ടൊരു ട്രെയിൻ വന്നിറങ്ങിയത്. ഒരു പാസഞ്ചർ ട്രെയിൻ. നമ്മുടെ ഗാന്ധിജിയും ടാഗോറും ഒക്കെ വന്നിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. നിറയെ വെള്ളമാണ്, പിന്നെ ചതുപ്പ് നിലം കൂടിയാണ്. ചിലപ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. നിറയെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ്, സിങ്കോണിയം, കലേഡിയം. ഇൻഡോർസിലൊക്കെ വെക്കുന്ന ഒത്തിരി ടൈപ്പ് വെറൈറ്റി ചെടികളുണ്ട്. ഇവിടെ വന്നാൽ അതൊക്കെ കളക്ട് ചെയ്യാം. പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് കളക്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. എല്ലാം ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. നമുക്കിപ്പോൾ അകത്തോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല. നമുക്ക് പറ്റുമെങ്കിൽ വേറൊരു ദിവസം വരാം. ഇനി അടുത്ത സ്പോട്ട് മംഗളവനം. മംഗളവനത്തിലോട്ട് വരാൻ എളുപ്പം കേട്ടോ. നമ്മുടെ ഹൈക്കോടതി ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ്. ഇതാണ് മംഗളവനത്തിലേക്ക് പോകുന്ന വഴി. ഇത് കണ്ടോ, ഈ ഹൈക്കോടതിയുടെ ബാക്ക് ഗേറ്റ് അവിടെ കണ്ടോ, ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് എഴുതിയേക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മംഗളവനം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് വേറെ 2 സ്പോട്ടുകൾ കാണാറുണ്ട്. അപ്പം അതൊന്ന് കാണാം. ഈ റെയിൽവേയുടെ പ്രോപ്പർട്ടി മംഗളവനത്തിന്റെ ബഫർ സോണായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഓ, അങ്ങനെയും ഉണ്ടായിരുന്നല്ലേ. ഇതാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. മംഗളവനം കാണാൻ വരുന്നവർക്കൊന്നും വഴി തെറ്റാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇവിടെ എല്ലാം സൈഡിൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ ബോർഡ്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴയ ഹൈക്കോടതി ബിൽഡിംഗ് ആണ്, രാമോഹൻ പാലസ്. നമുക്കൊന്ന് കയറി നോക്കാം. ഇങ്ങോട്ട് വരാൻ പെർമിഷനൊക്കെ വേണം കേട്ടോ. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടേ. ഏതായാലും ഞാൻ കുറച്ച് ഭാഗം കാണിച്ചു തരാം. യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യക്കാരുടെയും ഒരു മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു ഇത്. പിന്നീട് 1947 ഇത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആയിട്ട് മാറി. അതിനുശേഷം 1949 ഹൈക്കോടതിയായി മാറി. കൊച്ചി തിരുവിതാംകൂർ നാടിൻ്റെ ഹൈക്കോടതി. അങ്ങനെ കേരളപ്പിറവിയോട് പ്രമാണിച്ച് 1956 കേരളത്തിൻ്റെ ഹൈക്കോടതിയായി മാറി. ഇപ്പോൾ ന്യൂ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. നിലവിൽ ജുഡീഷ്യൽ അക്കാഡമിയും ADR സെന്ററും വിജിലൻസ് രജിസ്ട്രാറുമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മംഗളവനത്തിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായി നമുക്ക് 2-3 സ്പോട്ട് കാണാനുണ്ട്. ഒന്നാമത്തത് ഫിഷറീസ് കോംപ്ലക്സ് ആണ്. രണ്ടാമത്തത് മത്സ്യ ഫീഡ് നെറ്റ് ഫാക്ടറി.
ഇവിടെ ഫിഷിങ്ങിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1991 ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോട് കൂടി തുടങ്ങിയതാണ് ഇവിടുത്തെ ഈ സ്ഥാപനം. ഇതിനു മുന്നേ വില്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു സിംഗിൾ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേരെ എതിർവശത്ത് കാണുന്നതാണ് എറണാകുളം ടെർമിനൽസിൻ്റെ ഇലക്ട്രിക്കൽ ഡിപ്പോ. ഇപ്പം മരമെല്ലാം വീണ് ഇലയൊക്കെ പടർന്നേ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ പാളമൊക്കെ കാണാമായിരുന്നു. മംഗളവനം ആദ്യമായി കാണാൻ വരുന്നവർ ഈ സമയം ഒന്ന് നോക്കി വെച്ചോളൂ. രാവിലെ 10 മുതൽ 5 വരെ. ഇതിന് ചുറ്റും ഒരു കണ്ടൽ കാടാണ്. ഒരു തടാകവും ഉണ്ട് സൈഡിലായിട്ട്. അതിൽ ധാരാളം മീനുകളും ഉണ്ട്. 2016 മംഗളവനം അവസാനമായി സർവേ ചെയ്തത്. അതിൽ പ്രകാരം എത്ര ഏരിയ ഉണ്ടെന്നും ഏതൊക്കെ സ്പീഷീസ് ആണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്പോട്ട് ഇതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി. ഇത് കാണുന്നത് ഇതിൻ്റെ ബാക്ക് ഗേറ്റ് ആണ്. ഫ്രണ്ട് വരുന്നത് ഹൈക്കോടതി ജംഗ്ഷനിലാണ്. 1966 CSIR ഒരു ലാബറട്ടറി ആയി തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇന്നിത് ഇന്ത്യൻ ഓഷൻ്റെ പഠനങ്ങൾ നടത്തുന്ന ഒരു റിസർച്ച് സെൻ്ററാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അറ്റ്ലസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവരുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമാണ്. പ്ലാങ്ക്ടൺ അറ്റ്ലസ്. ഓഷ്യനോഗ്രഫി സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് ഇവിടുത്തെ റീജിയണൽ സെൻ്ററാണ്. മെയിൻ സെൻറ്റർ വരുന്നത് ഗോവയിലാണ്. രാവിലെയുള്ള നടത്തത്തിൻ്റെ കൂടെ കുറച്ച് ബേർഡ് വാച്ചിങ് കൂടി ആയാലോ എന്നോർത്ത് കയറിയതാണ്. പക്ഷെ സമയമായിട്ടില്ല ഇത് തുറക്കാൻ. ഇനിയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമുക്കെന്തായാലും പുറമെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിനുള്ളിൽ ഒരു ഏർമാടം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ ഈ മംഗളവനം ഫുള്ളായി കാണാൻ പറ്റും. ചുറ്റുമുള്ള പക്ഷികളെയും തടാകവും കണ്ടൽക്കാടുകളും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇങ്ങോട്ടുള്ള വഴിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ബോർഡും മതിലും ഒക്കെ പ്രകൃതിയെ പറ്റിയുള്ള എല്ലാ റിലവൻ്റ് ഇൻഫോർമേഷൻസുമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുകൂടാതെ ഏതൊക്കെ ബേർഡ്സ് ഉണ്ടെന്നും അവ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്നും അതിൻ്റെ സ്പീഷീസ് നെയിമുമാണ് ഈ ബോർഡിലുള്ളത്. എൻട്രൻസ് മുതൽ അങ്ങ് എൻഡ് വരെ ഇതേപോലത്തെ ഇൻഫോർമേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മരത്തെ കാണുന്ന ചെടി ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ മോൺസ്റ്റെറ പ്ലാന്റ് ഇല്ലേ, ഇലയിൽ ഹോൾസ് ഉള്ളത്, അതാണ്. നമുക്കെന്തായാലും തിരിച്ചു പോയേക്കാം. മറ്റൊരു ദിവസം വരാം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാനായിട്ട്. ഈ ബിൽഡിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഹൈക്കോടതിയാണ്. അഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ഈ പ്രോപ്പർട്ടിയിൽ 9 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണുള്ളത്. അതിൽ 8 നിലകളിലായി കോടതി മുറികളാണ്. അതിനോടൊപ്പം തന്നെ ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാൾ, ലൈബ്രറി, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ക്ലിനിക്, സ്റ്റോർ, ക്യാൻറ്റീൻ, അംഗൻവാടി എന്നീ സൗകര്യങ്ങളുമുണ്ട്. നാലുകെട്ട് മോഡലിലാണ് ഈ ബിൽഡിംഗ് പണിതേക്കുന്നത്. ഇതിൽ 12 ലിഫ്റ്റുകളും ഒരു എസ്കലേറ്റർ സൗകര്യവും ഉണ്ട്. വാർത്തകളിലൊക്കെ നമ്മൾ സജീവമായി കാണാറുള്ളത് ഹൈക്കോടതിയുടെ ഈ ഒരു ഭാഗമായിരിക്കുമല്ലേ. നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ടോ. ഇനി ഇതെല്ലാം വീട്ടിൽ കൊണ്ടേ നട്ടു വെക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Till then, it's me Geethu signing off. Thank you and bye.